കേരള നിയമസഭയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ആദ്യ നിയമസഭാംഗമായ കെ.ആർ. ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങൾ ആദരിച്ചു. ആലപ്പുഴ ചാത്തനാട്ടെ വീട്ടിലെത്തിയാണ് ഗൗരിയമ്മയെ ആദരിച്ചത്. മന്ത്രിമാരായ തോമസ് ഐസക്, ജി സുധാകരൻ, വി എസ് സുനിൽകുമാർ, എ.സി. മൊയ്തീൻ എന്നിവർ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. നിയമസഭയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രശില്പികളുടെ പ്രതിമകളിൽ നടത്തിയ പുഷ്പാർച്ചനയിൽ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന്റെ പ്രതിമയോട് പ്രതിപക്ഷത്തിന്റെ അനാദരവ്. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറുടെയും പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തിയ പ്രതിപക്ഷം ഇ.എം.എസിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയില്ല. ആദ്യ നിയമസഭയുടെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് നിയമസഭാ മന്ദിരത്തിന് മുന്നിലെ രാഷ്ട്രശില്പികളുടെ പ്രതിമകളിൽ പുഷ്പാർച്ചന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇ.എം.എസിന്റെ പ്രതിമയോട് പ്രതിപക്ഷം അനാദരവ് കാട്ടി. പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താനെത്താതെ UDF MLA-മാർ മാറി നിന്നു. UDF പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനമനുസരിച്ചായിരുന്നു UDF-ന്റെ പ്രതിഷേധവും ഈ അനാദരവും. എന്നാൽ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ എന്നിവരുടെ പ്രതിമകളിൽ പ്രതിപക്ഷ MLA-മാർ പുഷ്പാർച്ചന നടത്തി. പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് പഴയ നിയമസഭാ ഹാളിൽ പ്രത്യേക സമ്മേളനം ചേർന്നത്. ചോദ്യോത്തരവേളയെ തുടർന്ന് സ്പീക്കറും സഭാകക്ഷി നേതാക്കളും ആദ്യകാല നിയമസഭകളെ അനുസ്മരിച്ച് സംസാരിച്ചു. ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ നിൽക്കുന്ന ചരിത്ര പ്രാധാന്യമേറിയ പഴയ നിയമസഭാ ഹാളിലെ പ്രത്യേക സമ്മേളനത്തിലെ അനുസ്മരണ പ്രഭാഷണത്തിന് സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണനാണ് തുടക്കമിട്ടത്. ഈ നാട്ടിലെ പോലീസ് സേന ജനമൈത്രിയോടുകൂടി പെരുമാറണമെന്നുള്ള നിർദ്ദേശം നിരന്തരമായി നാം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിലും ജനങ്ങൾ ഭയപ്പാടോടുകൂടി പോലീസിനെ സമീപിക്കുന്ന സമീപനം ഇന്നും തുടരുന്നത് നിർഭാഗ്യകരമാണ്. ഭരണത്തിൽ വേഗതയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ വേഗതയ്ക്ക് തടസ്സം നിൽക്കുന്നതിനെ മറികടക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ലെന്നും സ്പീക്കർ പറഞ്ഞു. ചരിത്രത്തിന്റെ ഗന്ധം പടർന്നു നിൽക്കുന്ന കേരള നിയമസഭ നിയമനിർമ്മാണത്തിൽ മഹത്തായ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. നിയമനിർമ്മാണ കാര്യത്തിൽ അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി ജാഗ്രത പുലർത്താൻ, അതാണ് പ്രധാന ധർമ്മം എന്ന് കണ്ടുകൊണ്ട് ജാഗ്രത പുലർത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്ക് തന്നെ മാതൃകയായ നിയമനിർമ്മാണങ്ങൾക്ക് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചുവെന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനപ്രതിനിധികൾക്ക് വിശ്വാസ്യതയുണ്ടാകണം. ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ പ്രവർത്തനങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തണം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിലും കാലോചിതമായ മാറ്റം ആവശ്യമാണ്. കക്ഷി നേതാക്കൾക്ക് പുറമെ മുൻ മുഖ്യമന്ത്രിമാരും സഭയിൽ സംസാരിച്ചു. അതേസമയം ചരിത്രമുറങ്ങുന്ന പഴയ നിയമസഭാ ഹാളിൽ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തതിലുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്താൻ അംഗങ്ങൾ മറന്നില്ല. നിയമസഭയിൽ നിന്ന് സുനിൽ അരിമാനൂർ. വിദ്യാഭ്യാസ വായ്പയെടുത്ത് കടക്കണിയിലായവരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ സഹായ പദ്ധതി. 4 വർഷ കാലയളവിൽ സർക്കാർ സഹായത്തോടുകൂടി വിദ്യാർത്ഥികൾക്ക് വായ്പ തിരിച്ചടയ്ക്കാം. 2016 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി നിലവിൽ വരുന്നത്. ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവനയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ വായ്പാ തിരിച്ചടവ് സഹായ പദ്ധതി പ്രഖ്യാപിച്ചത്. കേരള നിയമസഭയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. 4 വർഷ കാലയളവിൽ സർക്കാർ സഹായത്തോടുകൂടിയുള്ള ഒരു തിരിച്ചടവ് പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊരു കടാശ്വാസ പദ്ധതിയല്ല. വായ്പാ തിരിച്ചടവ് അവധിക്ക് ശേഷം റീപേയ്മെന്റ് ഹോളിഡേ ഉള്ള 4 വർഷ കാലയളവിൽ സർക്കാർ സഹായത്തോടു കൂടിയുള്ള ഒരു തിരിച്ചടവ് സഹായ പദ്ധതിയാണ്. 1-ാം വർഷത്തിൽ വായ്പയുടെ 90%, 2-ാം വർഷത്തിൽ 75%, 3-ാം വർഷത്തിൽ 50%, 4-ാം വർഷത്തിൽ 25% സർക്കാർ വിഹിതമായി നൽകി തിരിച്ചടവിന് സഹായിക്കും. തിരിച്ചടവ് അവധിക്കു ശേഷമുള്ള 4 വർഷത്തേക്ക് അർഹരായ വിദ്യാർത്ഥികൾക്ക് സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിക്കും. 2016 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തിൽ പദ്ധതി നിലവിൽ വരും. 2016 ഏപ്രിൽ 1-ന് കുടുംബ വാർഷിക വരുമാനം 6 ലക്ഷമുള്ള വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി 9 ലക്ഷം രൂപയാണ്. പദ്ധതി നടപ്പിലാക്കിയ ശേഷം ബാങ്കുകളുമായി സർക്കാർ ആലോചിച്ച് 4 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതി നടപ്പിലാക്കുന്നത് വഴി 600 കോടി രൂപയുടെ ചെലവ് വരുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. എസ് ഷീജ, തിരുവനന്തപുരം.
നിയമസഭയുടെ 60ാം വാർഷിക ദിനത്തിൽ ചരിത്രമെഴുതി മലയാള ഭാഷാ ബില്ല് പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പുതിയ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാളം നിർബന്ധമാക്കുന്നതാണ് ബില്ല്. കേന്ദ്ര അധികാരത്തിലുള്ള സ്കൂളുകളിൽ തീരുമാനം നടപ്പാക്കുന്നത് അപ്രായോഗികമാണ് എന്നും ന്യൂനപക്ഷ ഭാഷാ സംരക്ഷണത്തിലും ബില്ലിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. കേരള നിയമസഭാ ചരിത്രത്തിലേക്ക് തിരിഞ്ഞുപോയ വേദി തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ബില്ലവതരണത്തിനും വേദിയായി. സംസ്ഥാനത്തെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാളം നിർബന്ധമാക്കുന്ന 2017 മലയാളം ഭാഷ നിർബന്ധിത ബിൽ. നിലവിൽ സംസ്ഥാനത്തെ ഒരു സ്കൂളുകളിലെയും ഒരു വിദ്യാർത്ഥിയുടെയും അവകാശം ബില്ല് നിയമമാകുമ്പോൾ നഷ്ടമാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. വിദ്യാർത്ഥികളിൽ സാംസ്കാരിക ബോധമുയർത്തി മാതൃഭാഷ പഠിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി ബിൽ അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കി. മാതൃഭാഷ പഠിക്കുന്നത് ഭരണഘടനാപരമാണ്, അത് മനുഷ്യന്റെ അവകാശവും കൂടിയാണ്. ആ ഭാഷ പഠിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ എന്തായാലും അതെല്ലാം തീർക്കുക എന്നത് കേരളീയർ ഒറ്റക്കെട്ടായി എടുക്കേണ്ട നിലപാടാണ്. ആ നിലപാടാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കേന്ദ്രത്തിന്റെ അധികാരത്തിൽ വരുന്ന സ്കൂളുകളിൽ മലയാളം നിർബന്ധമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ബില്ലിന്റെ നിയമസാധുത പരിശോധിക്കണം. അതുകൊണ്ട് ബില്ലിന്റെ ചർച്ചാവേളയിൽ AGയെ സഭയിൽ വിളിച്ചു വരുത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കോമ്പിറ്റൻസിയുടെ പ്രശ്നം ഡിസ്പ്യൂട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ ബില്ലിൽ ചർച്ച ചെയ്യുമ്പോൾ ദയവായി AGയെ വിളിച്ചു വരുത്തി അഭിപ്രായം കേൾക്കണം. നിയമസഭ പരിശോധിക്കാൻ പോയാൽ 2005 ബില്ല് പോലെ ഈ ബില്ലും വഴി കിടക്കും, നിയമമാകാൻ പോകുന്നില്ല. ബില്ലിലൂടെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഒരാശങ്കയും വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വ്യക്തമാക്കി. ബില്ല് ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് നിയമമന്ത്രിയും കൂട്ടിച്ചേർത്തു. സ്കൂളുകളിൽ മലയാളം പഠിപ്പിച്ചില്ലെങ്കിൽ സ്കൂളിന്റെ NOC റദ്ദാക്കുന്നതിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥകൾ ലംഘിക്കുന്ന പ്രധാനാധ്യാപകർക്ക് പിഴശിക്ഷയും ലഭിക്കും. പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിച്ച ബില്ല് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിട്ടു. നിയമസഭയിൽ നിന്നും S. ഷീജ. പാതയോര മദ്യശാല നിരോധനത്തിന് ശേഷം അബ്കാരി കേസുകളിൽ 35% വർധനവുണ്ടായതായി എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. പഴയ നിയമസഭാ മന്ദിരത്തിൽ മദ്യ ഉപഭോഗം സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മദ്യശാലകൾ പൂട്ടിയതിന്റെ അനന്തരഫലങ്ങളെപ്പറ്റിയുള്ള ചോദ്യോത്തരവേളയോടെയാണ് നിയമസഭയുടെ 60ാം വാർഷിക ദിനത്തിലെ സഭാ നടപടികൾ ആരംഭിച്ചത്. പാതയോരത്തെ മദ്യശാലകൾ അടച്ചുപൂട്ടിയതിനു ശേഷമുള്ള 2 മാസത്തിനിടയിൽ അബ്കാരി കേസുകൾ വർദ്ധിച്ചു എന്ന ഗൗരവതരമായ കണ്ടെത്തൽ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ സഭയെ അറിയിച്ചു. സുപ്രീം കോടതി വിധി നടപ്പിലാക്കി തുടങ്ങിയതിന് ശേഷമുള്ള 24 ദിവസത്തിനുള്ളിൽ അബ്കാരി കേസിൽ 35% വർധനവുണ്ടായിട്ടുണ്ട്. NDPS കേസിൽ 67%, കോട്ട്പയിൽ 179%, സ്പിരിറ്റിൽ 100%. ഇതാണ് അവസ്ഥ. സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കുന്നത് പല സ്ഥലത്തും സംഘർഷമുണ്ടാക്കുന്നതായി അംഗങ്ങളും സർക്കാരും സഭയെ അറിയിച്ചു. നിയമവിധേയമായി ഷാപ്പുകൾ തുറക്കാൻ ശ്രമിക്കുമ്പോൾ നിയമവിരുദ്ധമായി തടയിടാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. മദ്യശാലകൾ പ്രവർത്തിക്കാനുള്ള കടകൾക്ക് ലൈസൻസ് നൽകാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം പുനഃപരിശോധിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി സഭയെ അറിയിച്ചു. തീരദേശത്ത് 13,000 കോടി രൂപയുടെ ഹെൽത്ത് പാക്കേജ് കൊണ്ടുവരുന്ന കാര്യം സർക്കാർ പരിഗണിച്ചു വരികയാണെന്ന് ഫിഷറീസ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ സഭയെ അറിയിച്ചു. 8 ലക്ഷത്തിലേറെ മത്സ്യം ലഭിച്ചിരുന്ന മുൻ വർഷത്തേക്കാൾ 4 ലക്ഷം മത്സ്യങ്ങളുടെ കുറവ് ഈ വർഷം ഉണ്ടായതായും മന്ത്രി അറിയിച്ചു. ഇത് നേരിടുന്നതിനായി KMFRI നോട്ടിഫിക്കേഷനിൽ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. രാസമാലിന്യം കലരാത്ത മത്സ്യം ലഭിക്കുന്നതിനായി പ്രൈമറി സൊസൈറ്റികൾ വഴി മത്സ്യം സംഭരിക്കുന്ന കാര്യം സർക്കാർ പരിഗണിച്ചു വരികയാണെന്ന് മന്ത്രി സഭയിൽ വ്യക്തമാക്കി. കോടികൾ നിക്ഷേപിച്ച ഹാർബറുകൾ പൂർത്തീകരിച്ച ശേഷം മതി പുതിയ ഹാർബർ നിർമ്മാണം എന്നതാണ് സർക്കാരിൻ്റെ നയമെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കി. കേരള കാഷ്യൂ ബോർഡ് രൂപീകരിക്കുമെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ സഭയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ അഡാട്ട് സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. വടക്കാഞ്ചേരി MLA അനിൽ അക്കരെ, ബാങ്ക് മുൻ പ്രസിഡന്റ് MB രാജേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം. സഹകരണ രജിസ്ട്രാറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തൃശൂർ അഡാട്ട് സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. വടക്കാഞ്ചേരി MLA അനിൽ അക്കര, ബാങ്ക് മുൻ പ്രസിഡന്റ് MB രാജേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം. സഹകരണ രജിസ്ട്രാറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സഹകരണ രജിസ്ട്രാർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം. മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ മരുമകനാണ് ബാങ്ക് മുൻ പ്രസിഡന്റ് NB രാജേന്ദ്രൻ. അംഗത്വത്തിൽ കൃത്രിമം നടത്തിയതും നെല്ല് സംഭരണത്തിന് കണക്കില്ലാത്തതും
അടയ്ക്ക വ്യാപാരത്തിലെ കൃത്രിമത്വവുമെല്ലാം പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി. ഇതിനെതിരെ വടക്കാഞ്ചേരി MLA അനിൽ അക്കരെ നിരാഹാര സമരം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. അനിൽ അക്കരെ MLAയുടെ പിതാവിന്റെ പേരിലുള്ള 20 ലക്ഷത്തിലധികം വരുന്ന ബാങ്ക് വായ്പ ഭരണസമിതി എഴുതിത്തള്ളിയതും വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. മലയാളം ഓർഗാനിക് ബസാറിന്റെ ചെയർമാനായിരിക്കെ അഡാട്ട് ബാങ്കിന് കീഴിലുള്ള സൂപ്പർമാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അനിൽ അക്കരെ വണ്ടിച്ചെക്ക് നൽകിയതും വിവാദമായിരുന്നു. ബില്ലിൽ കൃത്രിമത്വം കാണിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിയെന്ന ആരോപണവും ബാങ്ക് ഭരണസമിതിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. വേണ്ടത്ര രേഖകളില്ലാതെ അടുപ്പക്കാർക്ക് വായ്പ അനുവദിക്കുകയും പിന്നീട് അത്തരം വായ്പകൾ എഴുതിത്തള്ളിയെന്ന ആരോപണവും ബാങ്കിനെതിരെ ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ രവിശങ്കറിന് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ കോടതിയലക്ഷ്യ നോട്ടീസ്. യമുന നദീതീരം നശിപ്പിക്കപ്പെട്ടത് കണ്ടെത്തിയ ട്രിബ്യൂണലിന് എതിരെ ശ്രീ രവിശങ്കർ നടത്തിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. യമുന നദീതീരത്തെ ഏക്കർ കണക്കിന് ഭൂമി മണ്ണിട്ട് നിരത്തിയാണ് ആർട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരിക സമ്മേളന വേദി ഒരുങ്ങിയത്. ഇതുമൂലം യമുന നദീതീരത്തെ ജൈവഘടന താറുമാറിലായെന്നും ദേശീയ ഹരിത ട്രൈബ്യൂണൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ പരിപാടി നടത്താൻ അനുവാദം നൽകിയത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ തന്നെയാണെന്നും അതിനാൽ പരിസ്ഥിതി നാശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ട്രൈബ്യൂണൽ തന്നെയെന്നുമായിരുന്നു രവിശങ്കറുടെ വാദം. ആർട്ട് ഓഫ് ലിവിംഗിന്റെ വെബ്സൈറ്റിലായിരുന്നു ശ്രീ രവിശങ്കറിന്റെ പ്രസ്താവന. നീതി നിർവഹണത്തിൽ ശ്രീ രവിശങ്കർ ഇടപെടുന്ന പ്രസ്താവനയാണ് നടത്തിയതെന്ന് ആരോപിച്ച് പൊതുപ്രവർത്തകനായ മനോജ് മിശ്രയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ പിന്നീട് സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ചാണ് ശ്രീ രവിശങ്കറിന് കോടതിയലക്ഷ്യ നോട്ടീസ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നൽകിയത്. മെയ് 9 മുൻപായി നോട്ടീസിൽ മറുപടി നൽകണമെന്നാണ് ആവശ്യം. രവിശങ്കറിന്റെ പ്രസ്താവനയ്ക്കെതിരെ നേരത്തെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരുന്നു. യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാത്ത പ്രസ്താവനയാണ് ശ്രീ രവിശങ്കർ നടത്തുന്നതെന്നും ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ഷേപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൂന്നാറിൽ സമരത്തിന്റെ മുദ്രാവാക്യം മാറ്റി ഗോമതിയുടെ പുതിയ തന്ത്രം. ഒരു തൊഴിലാളി കുടുംബത്തിന് 1 ഏക്കർ ഭൂമി വേണമെന്ന പുതിയ ആവശ്യം ഉന്നയിച്ച സമരവേദിയിൽ പുതിയ ബാനർ സ്ഥാപിച്ചു. തൊഴിലാളികളുടെ പിന്തുണ ഇല്ലാത്ത സാഹചര്യത്തിലാണ് നീക്കം. സമരം തൊഴിലാളികൾ തള്ളിയ സാഹചര്യത്തിലാണ് ഇത്. മൂന്നാറിൽ പെമ്പിളെ ഒരുമയുടെ പേരിൽ നടക്കുന്ന സമരത്തിന്റെ സ്വഭാവമാണ് മാറുന്നത്. MM മണിയുടെ രാജി ആവശ്യം ഉന്നയിച്ച് ഗോമതിയും കൂട്ടരും ആരംഭിച്ച സത്യാഗ്രഹം നിരാഹാരത്തിലേക്ക് വഴിമാറിയതും CR നീലകണ്ഠന്റെ നിരാഹാരത്തോടെ ആം ആദ്മി പാർട്ടിയും ദളിത് സംഘടനകളും കൂട്ടത്തോടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെയുമാണ് സമരത്തിന്റെ സ്വഭാവവും ലക്ഷ്യവും മാറിയത്. ഓരോ തൊഴിലാളി കുടുംബത്തിനും 1 ഏക്കർ ഭൂമി എന്ന ഭൂസമരത്തിന് സമാനമായ ആവശ്യമാണ് സമരം ഇപ്പോൾ മുൻപോട്ട് വയ്ക്കുന്നത്. ഒപ്പം ടാറ്റയുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്യണമെന്ന ആവശ്യവും ഉയർത്തുന്നുണ്ട്. സ്ത്രീകളെ അവഹേളിച്ച മന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ നിന്നും ദളിത് വിരുദ്ധ പ്രസ്താവന നടത്തിയ മന്ത്രിയെ പുറത്താക്കണമെന്ന ആവശ്യമാണ് സമരം ഇപ്പോൾ ഉയർത്തുന്നത്. തോട്ടം തൊഴിലാളികൾക്ക് സർക്കാർ ഭൂമി നൽകാനുള്ള നടപടികളുമായി മുൻപോട്ടു പോകുകയും ജില്ലയിലെ പട്ടയ വിതരണ നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയ സമയത്തുമാണ് ഭൂസമരത്തിലേക്ക് മൂന്നാറിലെ സമരത്തെ എത്തിക്കുന്നത്. നിരാഹാര സമരം 2ാം ദിവസം പിന്നിടുമ്പോൾ പുതിയ ആവശ്യങ്ങളാണ് സമരമുന്നണി മുൻപോട്ട് വയ്ക്കുന്നത്. ചെങ്ങറ സമരം പോലെ മൂന്നാറിൽ ഭൂസമരം സൃഷ്ടിക്കുക എന്നതാണ് പുതിയ സമരത്തിന്റെ ലക്ഷ്യം. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. ബോളിവുഡ് നടനും നിർമ്മാതാവും MP-യുമായിരുന്ന വിനോദ് ഖന്ന അന്തരിച്ചു. 70 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായിരുന്ന അദ്ദേഹം മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. മൂത്രാശയ അർബുദ രോഗബാധയെ തുടർന്ന് മുംബൈയിലെ HN റിലയൻസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു വിനോദ് ഖന്നയുടെ അന്ത്യം. ജലാംശ നഷ്ടം മൂലം മാർച്ച് 31-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അവശനിലയിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതോടെയാണ് വിനോദ് ഖന്നയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പുറം ലോകം അറിഞ്ഞത്. നിലവിൽ പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ നിന്നുള്ള MP കൂടിയായ വിനോദ് ഖന്ന 1980-90 കാലഘട്ടങ്ങളിലെ സൗന്ദര്യ നായകനായിരുന്നു. അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര, സുനിൽ ദത്ത് തുടങ്ങിയവർക്കൊപ്പം തലയെടുപ്പോടെ നിന്ന വിനോദ് ഖന്ന 141-ലധികം സിനിമകളിൽ അഭിനയിച്ചു. 1968-ൽ സുനിൽ ദത്ത് നിർമ്മിച്ച മാൻകാമേത്ത് എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിലൂടെയാണ് വിനോദ് ഖന്നയുടെ ബോളിവുഡ് അരങ്ങേറ്റം. കുറച്ചുനാൾ വില്ലനായി തുടർന്ന അദ്ദേഹത്തിന് നായകനായി ബ്രേക്ക് ലഭിച്ച ചിത്രം 1971-ൽ പുറത്തിറങ്ങിയ ഹം തും ഓർ വോ എന്ന സിനിമയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് മേരെ അപ്നെ, ഗദ്ദാർ, ഹാത്ത് കി സഫായി, ഹേരാ ഫേരി, മുകുന്ദർ സാ സികന്ദർ, കുർബാനി, കൂൻ പസീന, ഖുദാ കസം തുടങ്ങി 100ഓളം ചിത്രങ്ങളിൽ നായകനായി. 2002-ൽ ഇറങ്ങിയ ദിവാനബൻ, 2007-ലെ റിസ്ക് എന്നിവയാണ് അദ്ദേഹം ഒടുവിൽ അഭിനയിച്ച ചിത്രങ്ങൾ. 1999-ൽ ഫിലിം ഫെയർ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. നടനെന്ന നിലയിൽ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1997-ൽ BJP-യിൽ ചേർന്ന അദ്ദേഹം
പഞ്ചാബിലെ ഗുർദാസ്പൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1999 വിജയം ആവർത്തിച്ച ഖന്ന കേന്ദ്രമന്ത്രിയുമായി. 2004 തെരഞ്ഞെടുക്കപ്പെട്ട ഖന്ന 2009 പരാജയപ്പെട്ടെങ്കിലും 2014 വീണ്ടും ലോക്സഭയിലേക്ക്. ബോളിവുഡ് നടന്മാരായ അക്ഷയ് ഖന്ന, രാഹുൽ ഖന്ന എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക്. ഉറി ഭീകരാക്രമണം നടന്ന് 8 മാസം പിന്നിടുന്നതിനിടെ കശ്മീരിലെ സൈനിക കേന്ദ്രത്തിന് നേരെ വീണ്ടും ഭീകരാക്രമണം. കുപ്വാരയിലെ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 5 സൈനികരുടെ നില ഗുരുതരമാണ്. ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. മറ്റ് ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതതല യോഗം വിളിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം കനത്ത മൂടൽമഞ്ഞിന്റെ മറവിൽ ഇന്ന് പുലർച്ചെ 4:00 കുപ്വാരയിലെ പൻസഗാം സൈനിക താവളത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. 4 അംഗ ഭീകര സംഘമാണ് ആക്രമണം നടത്തിയത്. സൈനികർക്ക് നേരെ ശക്തമായ വെടിവയ്പ് നടത്തിയ ഭീകരർ ഗ്രനേഡ് ആക്രമണവും നടത്തി. ആക്രമണത്തിൽ ഒരു ഓഫീസർ ഉൾപ്പെടെ 3 സൈനികർ വീരമൃത്യു വരിച്ചു. പരിക്കേറ്റ സൈനികരെ ഹെലികോപ്റ്റർ വഴി ശ്രീനഗറിലെ ആശുപത്രിയിൽ എത്തിച്ചു. 5 സൈനികരുടെ നില ഗുരുതരമാണ്. സൈന്യം നടത്തിയ തിരിച്ചടിയിൽ 2 ഭീകരരെ വധിച്ചു. ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നാണ് സൂചന. മറ്റു ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 19 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട ഉറി ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് കുപ്വാരയിലെ സൈനിക താവളം. ഉറി ഭീകരാക്രമണത്തിന് മറുപടി നൽകി ഇന്ത്യ മിന്നലാക്രമണം നടത്തുകയും സൈനിക കേന്ദ്രങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ഞുവീഴ്ച കുറഞ്ഞ സമയത്ത് നിയന്ത്രണ രേഖ കടന്നെത്തിയ ഭീകരർ സൈനിക താവളത്തിന് നേരെ ചാവേർ ആക്രമണത്തിന് മുതിർന്നത്. കാശ്മീരിലെ ആഭ്യന്തര സംഘർഷങ്ങളുടെ മറവിൽ ഭീകരർക്ക് നുഴഞ്ഞുകയറ്റത്തിന് അവസരം ഒരുങ്ങുന്നുവെന്നാണ് സൈനിക വിലയിരുത്തൽ. ആഭ്യന്തര വകുപ്പിലെയും ഇന്റലിജൻസ് ബ്യൂറോയിലെയും മുതിർന്ന ഓഫീസർമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതതല യോഗം ചേർന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് സുരഭി ലക്ഷ്മിയും നടൻ വിനോദ് കോവൂരും കൈരളി പീപ്പിൾ TV സന്ദർശിച്ചു. ഡെപ്യൂട്ടി ജനറൽ മാനേജർ മുഹമ്മദ് ആരിഫ്, PRO അജയൻ അമ്പലപ്പാട്, ചീഫ് പ്രൊഡക്ഷൻ കൺട്രോളർ AJ പീറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ഇരുവരെയും സ്വീകരിച്ചു. ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന JB ജംഗ്ഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് ഇരുവരും കൈരളി ആസ്ഥാനത്ത് എത്തിയത്. കടുത്ത വരൾച്ചയെ തുടർന്ന് ഇടുക്കിയിലെ പശ്ചിമഘട്ട മലനിരകളിലെ പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. വേനലിന് മുൻപ് കൃഷിയിറക്കിയ വിളകൾ പോലും വിളവെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. സമീപത്തെ പട്ടിശ്ശേരി ഡാമിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് കാത്തിരിക്കുകയാണ് കർഷകർ. പശ്ചിമഘട്ട മലനിരകളിലെ കാന്തല്ലൂർ വട്ടവട മേഖലയിലെ കർഷകരാണ് കടുത്ത വേനലിൽ കൃഷിക്കായി വെള്ളം ലഭിക്കാതെ നട്ടം തിരിയുന്നത്. മുൻവർഷങ്ങളിൽ ലഭിച്ച മഴ ഇത്തവണ കനിയാതിരുന്നതാണ് കർഷകരെ ദുരിതത്തിലാഴ്ത്തിയത്. മേഖലയിലെ ഏക്കർ കണക്കിന് പാടങ്ങളാണ് കൃഷിക്കായി സജ്ജമാക്കിയിട്ടും ജലദൗർലഭ്യത്തെ തുടർന്ന് കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ളത്. വേനലിന് മുമ്പ് കൃഷിയിറക്കിയ വിളകൾ പലതും പരിപാലിക്കാൻ കഴിയാതെ ഉണങ്ങിക്കരിഞ്ഞ അവസ്ഥയിലുമാണ്. കൃഷിയൊക്കെ ഉണങ്ങിപ്പോയിരിക്കുക. നാട്ടുകാരനൊക്കെ കൃഷി കാർട്ട് ഉണങ്ങിപ്പോയി, മല്ലി ഉണങ്ങിപ്പോയി, വെളുത്തുള്ളി ഉണങ്ങിപ്പോയി, ബീൻസ് ഉണങ്ങിപ്പോയി, എല്ലാം ഉണങ്ങിപ്പോയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ മേഖലയിലെ ജലദൗർബല്യം പരിഹരിക്കാൻ പട്ടിശ്ശേരി ഡാമിന്റെ നിർമ്മാണത്തിലൂടെ മാത്രമേ കഴിയൂ. എന്നാൽ 2014 ആരംഭിച്ച ഡാമിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇന്നും എങ്ങും എത്തിയിട്ടില്ല. ഡാം നിർമ്മാണം പൂർത്തീകരിച്ചാൽ കുടിവെള്ള ക്ഷാമത്തിന് പുറമെ മറയൂർ, കാന്തല്ലൂർ, കീഴാന്തൂർ, കോവിൽക്കടവ് പഞ്ചായത്തിലെ കർഷകർക്ക് കൃഷിയിലൂടെ പുതിയ സ്വപ്നം കാണാനുള്ള അവസരവും ഒരുങ്ങും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മെഗാ തിരുവാതിരയ്ക്ക് വേദിയൊരുക്കി ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് എറണാകുളത്തെ കിഴക്കമ്പലം ഗ്രാമം. മെയ് 1 വൈകിട്ട് 5 നടക്കുന്ന തിരുവാതിരക്കളിയിൽ 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 7000-ലധികം സ്ത്രീകൾ അണിനിരക്കും. പ്രമുഖ വ്യവസായ സ്ഥാപനമായ കിറ്റെക്സ് ഗ്രൂപ്പും ചവറ സാംസ്കാരിക കേന്ദ്രവും നൃത്ത വിദ്യാലയമായ പാർവണേന്ദുവുമാണ് സംഘാടകർ. മതസൗഹാർദ്ദം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സ്ത്രീ ശാക്തീകരണവുമാണ് പരിപാടിയുടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു.